ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ടേ. ഇന്നിപ്പം ഞാൻ രാവിലെകളിൽ നമ്മളുടെ ബിസി ആയിട്ടുള്ള മോർണിംഗ്സ് എങ്ങനെ ഈസി ആക്കാം എന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു തേങ്ങ ചിരവി വെക്കുന്നുണ്ട്. എനിക്കൊരു തേങ്ങ ചിലപ്പോൾ 2 ദിവസത്തേക്കൊക്കെ തികയും. അപ്പം ഞാനിത് ചിരവി അതൊരു ചെറിയ പാത്രത്തിലാക്കി അതൊരു ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആവശ്യത്തിന് വേണ്ട കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് ക്ലീനാക്കി ഒന്ന് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ മുകൾ ഭാഗമുള്ള ഞെട്ടുമെല്ലാം കളഞ്ഞ് ഇഞ്ചിയും ചുരണ്ടി കളഞ്ഞ് എല്ലാം എടുത്ത് വെക്കണം. എനിക്കിപ്പം അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പൊളിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. ചെറിയ വെളുത്തുള്ളി ആയിരുന്നെങ്കിൽ നല്ല പാടുപെട്ടേനെ. അതേപോലെ തന്നെ ഞാൻ പച്ചമുളകിൻ്റെയും ഞെട്ട് ഭാഗം കളഞ്ഞ് എടുത്ത് വെക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള, ഞാൻ ഫുള്ളൊന്നും എടുക്കുന്നില്ല. നമുക്ക് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 1 ദിവസത്തിന് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇഞ്ചി അതുപോലെ തന്നെ 1 ദിവസത്തേക്ക് ആവശ്യം അല്ലെങ്കിൽ 2 ദിവസത്തിന് ആവശ്യമായ ഇഞ്ചി ജസ്റ്റ് അതൊന്ന് തൊലി ചുരണ്ടി എടുത്തു. അപ്പോൾ എല്ലാം ഇതെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയ ശേഷം ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് നമുക്കത് ഒന്ന് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് ഒപ്പിയെടുത്താൽ മതി. അപ്പം ഞാൻ കഴുകി വെച്ചതെന്ന് ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ടിഷ്യൂ പേപ്പറിലൊന്ന് വെള്ളം എടുത്ത് വെക്കാൻ പോവാണ്. കണ്ടില്ലേ, ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കഴുകിയ വെളുത്തുള്ളിയോ എല്ലാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ വെള്ളം എല്ലാം പോയി നമുക്ക് ഡ്രൈ ആയി കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് കാലം നന്നായിട്ട് അഥവാ ഇരിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കി ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോവാണ്. ഒത്തിരിയൊന്നുമില്ല, നമുക്ക് കൂടിപ്പോയാൽ 2 ദിവസത്തേക്കുള്ള സാധനമേ ഉള്ളൂ. ഇത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകണം. നമുക്ക് വേണ്ട, നാളെ ഞാനിപ്പം ഉണ്ടാക്കാൻ പോകുന്ന ബീട്രൂട്ട് തോരനും കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ അതിനാവശ്യമായ ബീട്രൂട്ടും ഞാൻ ഒരു ബീട്രൂട്ട് എടുക്കുന്നുള്ളൂ, എനിക്കത് തികയും. പിന്നെ ഒരു 8 10 കോവയ്ക്ക, മെഴുക്ക് വരട്ടിക്ക് ആവശ്യമായ കോവയ്ക്ക രണ്ടും നന്നായിട്ട്, കോവയ്ക്ക വട്ടത്തിലരിഞ്ഞു, ബീട്രൂട്ട് കൊത്തി അരിഞ്ഞു. ഇനി നന്നായിട്ട് ഇത് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് എടുത്തു 2 പാത്രത്തിലാക്കി എടുത്ത് വെച്ചു. അതുപോലെ ഞാൻ ഇത് രാവിലെ ഒഴിച്ച് വെച്ച തൈരാണ്, ഒഴിച്ച് വെച്ചതാണ്. വൈകുന്നേരം ആയപ്പോൾ സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ, സമയമുണ്ടെങ്കിൽ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും.